വാർത്തകൾ തുടരുമ്പോൾ ഇപ്പോൾ കിട്ടിയൊരു മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ DR അനിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ യുവമോർച്ച മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. DR അനിലിന്റെ ഓഫീസിന് നേരെയാണ് BJPയുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഹരീഷ്മ ചേരുന്നു. ഹരീഷ്മ, എന്തൊക്കെയാണ് വിവരങ്ങൾ? DR അനിൽ നടത്തിയ പരാമർശമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് BJPയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് കൗൺസിലർ കൂടിയായിട്ടുള്ള DR അനിലിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാർച്ചായി എത്തിയ പ്രവർത്തകർ DR അനിലിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി ശ്രമിച്ചു. അത് കരിയോയിൽ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിന്റെ മുന്നിലെ ചില്ലകൾ, ഗ്ലാസ് ചില്ലകൾ തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇവിടെ സാഹചര്യം തന്നെ അത് തന്നെയാണ്. കാര്യം DR ഓഫീസിന്റെ ചില്ലുകൾ തകർത്തിരിക്കുകയാണ്. കരിയോയിൽ പ്രയോഗം ഉൾപ്പെടെ പ്രവർത്തകർ നടത്തിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ BJPയുടെ ഒരു പ്രവർത്തകയുടെ കൈക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP നേതൃത്വം, ഒപ്പം തന്നെ യുവമോർച്ചയും വ്യക്തമാക്കുന്നത്. ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അൻസില. വ്യക്തമാണ് ഹരീഷ്മ. DR അനിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ BJPയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും ഓഫീസിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓഫീസിന് നേരെ കരിയോയിൽ പ്രയോഗവും നടന്നിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരീഷ്മയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.